ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റിനെയാണ്. ഇദ്ദേഹവും ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. പലതിൻ്റെയും പേരിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നതെന്നറിയാമോ? അദ്ദേഹം മരുഭൂമിയിൽ ഒട്ടകരോമം കൊണ്ടുള്ള കുപ്പായിട്ട മനുഷ്യൻ, അരയിലൊരു തോൽവാറ്, പിന്നീട് കഴിച്ചിരുന്ന എന്താ കാട്ടുതേനും വെട്ടുക്കിളികളും. നിങ്ങളൊന്ന് കണ്ടു നോക്കിയ മനുഷ്യൻ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ രൂപം? മുടിയൊക്കെ ജട പിടിച്ച് ശരീരത്തിൽ ഇങ്ങനെ രോമമൊക്കെ ഇട്ട് വെട്ടുക്കിളിയും കാട്ടുതീനും അടിക്കുന്ന, നമ്മളെന്താ പറയുന്ന കൾച്ചർഡ് അല്ലാത്ത മനുഷ്യനെന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ല അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ നോക്കി അണലി സന്തതികൾ എന്നുള്ള ഹാർഷായിട്ടുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഒരാളുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള ധൈര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഈ വാസ് ഡിഫറെൻറ്റ്. ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം, വേഷം കൊണ്ടായിരിക്കാം ഇദ്ദേഹം മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയെങ്കിലും ഈ മനുഷ്യൻ ആരുടെ സ്വരമായിരുന്നു? മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം ആരുടെ ശബ്ദമാണ്? ദൈവത്തിൻ്റെ ശബ്ദമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നു. ദൈവം അയച്ച മനുഷ്യൻ. ഏറ്റവും വലിയ ലേബിൾ എന്താണ്? അദ്ദേഹം എങ്ങനെയായിരുന്നു കാണാൻ? അദ്ദേഹത്തിൻ്റെ തൊലിയുടെ നിറം എന്തായിരുന്നു? എന്ത് ഉടുത്തിരുന്നു? എന്ത് കഴിച്ചിരുന്നു? എങ്ങനെ സംസാരിച്ചിരുന്നുള്ളതല്ല. ദൈവം അയച്ച മനുഷ്യൻ ഈസ് സെൻഡ് ബൈ ഗോഡ്. നമ്മുടെ ഏറ്റവും വലിയ ലേബിൾ എന്താണെന്നറിയോ മക്കളെ? സെൻഡ് ബൈ ഗോഡ്. ദൈവം അയച്ചതാണ് നമ്മളെ. ഈ തൻഹ ഫാത്തിമയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. തൻഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? തൻഹായി, ഒറ്റപ്പെടൽ. ഹിന്ദിയിൽ ഒറ്റപ്പെടൽ, ഒറ്റ, എലോൺ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ ഈ തൻഹ തന്നെ പിന്നീട് നിറമുള്ളൊരു പെൺകുട്ടിയായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ തൻഹയുടെ അറബിക് അർത്ഥം നോക്കുമ്പോൾ, അറബിക് വേർഡാണ് ശരിക്കും തൻഹ എന്ന് പറയുന്നത്. അറബിക് അർത്ഥം എന്താണ്? ഗാഡ്. മക്കളെ, നമ്മൾ ദൈവം അയച്ച മനുഷ്യരാണ്. നമ്മൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, നമ്മൾ ദൈവം അയച്ച മനുഷ്യരാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ആരെ നമ്മളെ ഉണ്ടാക്കിയേ? നമ്മളെ ക്രിയേറ്റ് ചെയ്ത് ദൈവമാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് അറിയാലോ നിങ്ങൾക്ക്? ഗുഡ് എന്നല്ല പറഞ്ഞ, വെരി ഗുഡ്. നമ്മളെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത് വെരി ഗുഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എങ്ങനെ നമ്മളെ നോക്കുന്നു നിങ്ങൾ കരുതണ്ട. ദൈവം നിങ്ങളെ എങ്ങനെ നോക്കുന്നത്? ദൈവം നിങ്ങളോട് എന്തെന്ന് പറയണേ? യു ആർ സെൻഡ് ബൈ ഗോഡ്. എന്നിട്ട് ദൈവം എന്ന് പറഞ്ഞ, കം ആസ് യു ആർ ബ്യൂട്ടിഫുൾ. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ വന്നോ. നിങ്ങൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. നിങ്ങൾ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്. യോഹന്നാൻ നമ്മളിന്ന് ഓർമ്മിപ്പിക്കുകയാണ്, എങ്ങനെയായിരുന്നാലും എന്താ, നമ്മൾ ദൈവം അയച്ചതല്ലേ. ബി ബ്രേവ് ബിക്കോസ് യു ആർ ബ്യൂട്ടിഫുൾ.